ഒരാളെ മതസ്വാതന്ത്ര്യത്തിന് വരെയുള്ള കടന്നുകയറ്റം. അതായത് ഈ സ്ഥാപനങ്ങളുടെ അധികാരം ഒരിക്കലും ഭരണഘടനാ അവകാശങ്ങൾക്ക് മേലെയാകാൻ പാടില്ല. അത് യൂണിഫോം അവർക്ക് പറയാം, ഇന്ന വൈറ്റ് കളർ ആയിരിക്കണം അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ആയിരിക്കണം ധരിക്കേണ്ടത് എന്ന് പറയാം. അത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ആ സ്ഥാപനത്തോടൊപ്പം നിൽക്കുക, അല്ലെങ്കിൽ ആ സ്ഥാപനം പറയുന്നതിന് കാര്യമുണ്ട് എന്ന് പറയാം. അതായത് ഇന്ന യൂണിഫോമിനോടൊപ്പം നിങ്ങൾ കറുത്ത ഹിജാബ് ധരിക്കണം അല്ലെങ്കിൽ വെള്ള ഹിജാബ് ധരിക്കണം. അതിന് പകരം അവർ മറ്റെന്തെങ്കിലും കളർ ധരിച്ച് വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് തെറ്റാണെന്ന് പറയാം. ഇപ്പം എത്രയോ കുട്ടികൾ പിന്നെ സിഖ് മതത്തിൽപ്പെട്ട ആള് പഞ്ചാബില് ക്രിസ്ത്യൻ സംഘടനകൾ സ്കൂൾ നടത്തുന്നില്ലേ, കോളേജ് നടത്തുന്നില്ലേ, അവിടെ സിഖുകാരൻ തലപ്പാവ് ധരിക്കാതെ ഏതെങ്കിലും ഒരു സിഖുകാരൻ വരുമോ? തലപ്പാവ് ധരിക്കാത്ത ഒരു സിഖുകാരൻ നമുക്ക് കാണാൻ കഴിയുമോ? ഇപ്പൊ ക്രിക്കറ്റില് നമുക്ക് ഹർഭജൻ സിംഗിനെ നമ്മൾ കാണുന്നില്ല, തലപ്പാവ് ധരിച്ചിട്ടല്ലേ ഹർഭജൻ സിംഗ് കളിക്കുന്നത്. അതുകൊണ്ട് ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയിലെ ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ? ഇന്ത്യയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ ഇതൊക്കെ തന്നെ നമ്മളെ പിന്നെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പൊ നമുക്ക് പിന്നെ ഭരണഘടനന്റെ പ്രയാമ്പിളിൽ തന്നെ പറയാം, ടു പ്രൊമോട്ട് ഫ്രട്ടേണിറ്റി, അതായത് സഹോദര്യത്തെ പ്രോത്സാഹിപ്പിക്കുക, അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ്. അതോടൊപ്പം തന്നെ പറയുന്നത് അഷ്വറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് യൂണിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് നേഷൻ. അതായത് രാജ്യത്തിന്റെ അഖണ്ഡതയും പിന്നെ ഐക്യവും നിലനിർത്തുന്നതോടൊപ്പം തന്നെ വ്യക്തിയുടെ അന്തസ്, ഡിഗ്നിറ്റി ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാ പറയുന്നത്, വ്യക്തിയുടെ അന്തസ് കൂടി എന്ത് ചെയ്യുക, നമ്മള് മാനിക്കണം. അതിനെ പ്രൊമോട്ട് ചെയ്യണം. ടു പ്രൊമോട്ട് ഫ്രട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ പ്രൊമോട്ട് ചെയ്യണം. അതിന് ഉറപ്പ് വരുത്തുന്ന അർത്ഥത്തിലുള്ള പ്രൊമോഷൻ ഉണ്ടാവണമെന്ന യഥാർത്ഥത്തിൽ ഭരണഘടന നൽകുന്നത്. അപ്പൊ ആ ഭരണഘടനയ്ക്ക് മേലെ, വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലെ വരുന്ന ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, എല്ലാ സ്ഥാപനങ്ങളുടെയും റൂള് പിന്നെ ഈ ഭരണഘടനയ്ക്ക് താഴെയിരിക്കും. അതിന്റെ മേലെ വരുന്ന എല്ലാ നിയമങ്ങളെയും എന്ത് ചെയ്യണം, ഒരു പൊതുസമൂഹത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കാനൊന്നും കഴിയില്ല. ഇപ്പൊ അങ്ങനെയാണ്, പൊതു ചർച്ചക്കനുസരിച്ചിട്ട് പിന്നെ തീരുമാനം എടുക്കാറ്. അപ്പൊ ഈ വോട്ട് ബാങ്ക്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സംഘടനകളെ വോട്ട് ബാങ്കൊക്കെ ഭയന്നിട്ടാന്ന് രാഷ്ട്രീയ പാർട്ടികൾ പോലും എന്ത് ചെയ്യാത്തത്, അതിനെതിരെ പ്രതികരിക്കാത്തത്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ രാജ്യം ഇത്രയും കാലം നിലനിന്ന് പോകുന്ന, സംരക്ഷിച്ചു പോകുന്ന നമ്മളാ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കണം എന്നല്ലേ പറയേണ്ടത്. പൊതുവിദ്യാലയങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മതജനങ്ങളും അണിഞ്ഞ് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ടല്ലോ, അപ്പൊ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിവേചനം നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇത്തരം ചിന്തകള് പുതിയ വിവേചനത്തിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നതാണ്. അപ്പൊ അതിനാണ് ഇടവരുത്തുന്നത്. സിഖുകാരൻ തലപ്പാവ് ധരിച്ചാല് പ്രശ്നം ഉണ്ടാകുന്നില്ല. അവിടെയാണ് ആ വിവേചനം എന്ന് പറയുന്നത്.